നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കൊച്ചി എളമക്കരയിൽ 6 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ അച്ഛൻ ജീവനൊടുക്കിയ കേസിൽ പല ദുരൂഹതകളുമുണ്ട്. കഴിഞ്ഞ 1 വർഷമായി കുഞ്ഞ് പീഡനത്തിന് ഇരയായിരുന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ. അമ്മ ജോലിക്ക് പോകുന്ന സമയങ്ങളിൽ അച്ഛൻ്റെ സംരക്ഷണയിലാണ് മകൾ വളർന്നു വന്നത്. കൂട്ടമരണത്തിന് പിന്നാലെ ഉയരുന്ന പല സംശയങ്ങളുമുണ്ട്. അച്ഛൻ കഴിഞ്ഞ കുറേ നാളുകളായി എന്തുകൊണ്ടാണ് ജോലിക്ക് പോകാതിരുന്നത്? പുറമെ നിന്ന് ആരെങ്കിലും വീട്ടിൽ പതിവായി വരാറുണ്ടായിരുന്നോ? ഇതറിയാൻ അമ്മയുടെയും സഹപാഠികളുടെയും അധ്യാപകരുടെയും മൊഴി രേഖപ്പെടുത്താൻ ഒരുങ്ങുകയാണ് പോലീസ്. പീഡന വിവരം മറ്റാർക്കെങ്കിലും അറിയാമായിരുന്നോ എന്നതിൽ ഉൾപ്പെടെ വ്യക്തത വരുത്തുകയാണ് ലക്ഷ്യം. കേസിൽ DNA പരിശോധന ഫലം നിർണായകമാണ്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കൊച്ചി എളമക്കരയിൽ നിന്ന് കേട്ടത്. ഒരു 6 വയസ്സുകാരിയും അച്ഛനും മരിച്ച കേസ്. അതിന് പിന്നാലെയാണ് ആ കുഞ്ഞ് 1 വർഷത്തോളം ലൈംഗിക ചൂഷണത്തിന് ഇരയായിരുന്നുവെന്ന റിപ്പോർട്ടുകൾ, വിവരങ്ങൾ പുറത്തു വന്നത്. പക്ഷെ ആരാണ് ഈ കുഞ്ഞിനെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയതെന്ന കാര്യത്തിൽ ഇപ്പോഴും പല സംശയങ്ങളുമുണ്ട്. ഇത് കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് പോലീസ്. ഈ അമ്മയിൽ നിന്നും വിവരങ്ങൾ തേടിയിട്ടുണ്ടോ? മാത്രമല്ല, ഇത് ആരാണ് ആ കുഞ്ഞിനെ ചൂഷണത്തിന് ഇരയാക്കിയതെന്ന് അറിയണമെങ്കിൽ അതിൽ DNA പരിശോധനാ ഫലം ഉൾപ്പെടെ നിർണായകമാണ്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട പോലീസിന്റെ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്? ടോം, 16-ാം തീയതിയാണ് എളമക്കര പോണേക്കരയിലെ വാടക വീട്ടിൽ ഈ 6 വയസ്സുകാരിയെയും പിതാവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസ് പരിശോധിക്കുമ്പോൾ കുട്ടി കട്ടിലിൽ മരിച്ച നിലയിലായിരുന്നു. പിതാവ് തൂങ്ങിയ നിലയിലുമായിരുന്നു കണ്ടെത്തിയത്. ഉടനെ തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുമ്പോൾ തന്നെ പോലീസിന് അതിൽ ചില അസ്വാഭാവികത തോന്നിയിരുന്നു. പ്രത്യേകിച്ച് കുട്ടിയുടെ ശരീരത്തിലെ ചില മുറിവുകളാണ് പോലീസിന് സംശയം തോന്നിയത്. തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാത്തിരിക്കുകയായിരുന്നു. അതിനിടയിൽ അമ്മയുടെ മൊഴിയെടുത്തു. അമ്മ പറയുന്നതനുസരിച്ച് ഭർത്താവുമായി തനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സാമ്പത്തികമായി കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. കുറച്ച് നാളുകളായി ഭർത്താവ് ജോലിക്ക് പോകുന്നില്ല. കൊച്ചിയിലെ ഉള്ള ഒരു മോളിൽ ജോലി ചെയ്യുകയാണ് ഈ അമ്മ. ആ തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ആത്മഹത്യയിലേക്ക് വരെ എത്തുന്ന കാരണം എന്താണെന്ന് തനിക്ക് അറിയില്ല. താനുമായി അത്തരത്തിലുള്ള സംഭാഷണങ്ങളൊന്നും തന്നെ നടത്തിയിരുന്നില്ല എന്ന മൊഴിയായിരുന്നു അമ്മ പോലീസിന് നൽകിയത്. അപ്പോഴേക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാത്തിരിക്കുകയായിരുന്നു പോലീസ്. ആ റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ ഏറെ ഞെട്ടലുള്ള വാർത്ത, ആ കുട്ടി കഴിഞ്ഞ 1 വർഷമായി പീഡനത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നതാണ്. പ്രത്യേകിച്ച് ഈ മരിക്കുന്നതിന് 4 മണിക്കൂർ മുൻപും കുട്ടി പീഡനത്തിന് ഇരയായി എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് പോലീസിന് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്താൻ സാധിച്ചത്. ഇതിനെ തുടർന്ന് അമ്മയിൽ നിന്നും ഇക്കാര്യം, അതായത് ഈ കുട്ടി പീഡനത്തിനിരയായി എന്ന എന്തെങ്കിലും കാര്യം പറഞ്ഞിരുന്നോ, കുട്ടിയുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നോ എന്നതൊക്കെ ചോദിച്ചിരുന്നു. പക്ഷെ അമ്മ പറയുന്നത് തനിക്ക് ഈ വിഷയത്തിൽ മറ്റ് കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല. മകൾ പീഡനത്തിനിരയായി എന്നുള്ളത് അമ്മയ്ക്ക് അറിയില്ല. അച്ഛനുമായിട്ടായിരുന്നു മകൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ചിരുന്നത്. അച്ഛനോടാണ് കാര്യങ്ങളെല്ലാം പറയുന്നത്. അച്ഛനും മകളോട് വളരെ സ്നേഹത്തോടുകൂടി തന്നെയായിരുന്നു. അങ്ങനെ അച്ഛനുമായിട്ടാണ് മകൾ കൂടുതൽ അടുപ്പമുണ്ടായിരുന്നത് എന്നൊരു മൊഴി മാത്രമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അതേസമയം മറ്റാരെങ്കിലും ഈ വീട്ടിൽ വരുമായിരുന്നോ, അല്ലെങ്കിൽ അച്ഛൻ ഈ പീഡന വിവരം അറിയാമായിരുന്നോ എന്നതിലൊക്കെ പോലീസിന്റെ അന്വേഷണം നടത്തുകയാണ്. മറ്റ് തെളിവുകളൊന്നും തന്നെ പോലീസിന് ലഭിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ DNA പരിശോധന ഏറെ നിർണായകം കൂടിയാണ്. സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. അതിന്റെ ഫലം വരാനുള്ള ഒരു താമസം മാത്രമാണ് പോലീസിന് മുന്നിലുള്ളത്. അതോടൊപ്പം തന്നെ പോലീസിന്റെ അടുത്ത നീക്കം എന്നോണം അമ്മയെ ഒരിക്കൽ കൂടി മൊഴിയെടുക്കാൻ വിളിപ്പിക്കും. അമ്മയുടെ മൊഴികളിൽ ഒരിക്കൽ കൂടി പോലീസിന് വിശദമായ പരിശോധന നടത്തേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ കൂടി വ്യക്തത കൈവരേണ്ടതുണ്ട്. അത്തരത്തിലേക്ക് വീണ്ടും അമ്മയെ ചോദ്യം ചെയ്യാൻ പോലീസ് ഒരുങ്ങുന്നതിനോടൊപ്പം തന്നെ കുട്ടിയുടെ സ്കൂളിലെത്തി സഹപാഠികളെയും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട അധ്യാപകരുടെയും മൊഴി രേഖപ്പെടുത്തുക എന്നൊരു ഘട്ടത്തിലേക്ക് കൂടി അന്വേഷണ സംഘം കടക്കുന്നുണ്ട്. അത് 6 വയസ്സ് മാത്രമാണ് ഈ പെൺകുട്ടിയുടെ പ്രായം. ആ കുട്ടി സഹപാഠികളോട് ഏതെങ്കിലും തരത്തിലുള്ള, തനിക്ക് ഇത്തരത്തിലുള്ള ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട കാര്യം സഹപാഠികളുമായി പങ്കുവച്ചിരുന്നോ എന്നതാണ് പോലീസിന് പ്രധാനമായും അറിയേണ്ടത്. പക്ഷെ 6 വയസ്സ് മാത്രമാണ്, അതായത് 1-ാം ക്ലാസ്സിലാണ് ഈ കുട്ടി പഠിക്കുന്നത്. അത്രമാത്രം സഹപാഠികളോട് ഇക്കാര്യം പറയുമെന്നതിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. പോലീസ് അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ അധ്യാപകരോടും സംസാരിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്.
അവരുടെ മൊഴിയിൽ നിന്ന് പോലീസ് പ്രതീക്ഷിക്കുന്നത് കുട്ടിയുടെ സ്വഭാവത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റമുണ്ടോ, ക്ലാസ്സിൽ എങ്ങനെയാണ് ആ കുട്ടിയുടെ പെരുമാറ്റം, ഇതെല്ലാം അധ്യാപകരിൽ നിന്നും അറിയുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും അധ്യാപകരോട് തനിക്കിങ്ങനെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചോ അല്ലെങ്കിൽ ഇത്തരത്തിൽ പീഡനത്തിനിരയായോ എന്തെങ്കിലും അധ്യാപകരുമായി പങ്കുവച്ചിട്ടുണ്ടോ എന്നാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ഇതുവരെയും കുട്ടിയെ ആരാണ് ഇങ്ങനെ പീഡിപ്പിച്ചത് അല്ലെങ്കിൽ ആരാണ് ഒരു വർഷമായി കുട്ടിയെ ലൈംഗികമായി ഉപയോഗിച്ചത് എന്നതിൽ വ്യക്തത വന്നിട്ടില്ല. മറ്റൊരു കാര്യം, എന്തിനാണ് കുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം അച്ഛൻ ആത്മഹത്യ ചെയ്തത് എന്നതിലും ഒരു ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ പോലീസിന്റെ അല്ലെങ്കിൽ പോലീസിന്റെ പറയുന്നത് പ്രകാരം അച്ഛന് ഈ വിഷയം അറിയാമായിരുന്നു. അതറിഞ്ഞു ഈ അച്ഛനും മകളും തമ്മിൽ വലിയ അടുപ്പമായിരുന്നു എന്ന് അമ്മ പറയുന്നുണ്ട്. അങ്ങനെ മകളെ അത്രയധികം സ്നേഹിക്കുന്ന ഒരു പിതാവാണെങ്കിൽ എന്തിനാണ് അയാളെ ക്രൂരകൃത്യം ചെയ്തതെന്നാണ് ഒരു ചോദ്യം. മാത്രമല്ല, നമുക്കറിയാം സ്കൂൾ തലം മുതൽ സാധാരണ ഗുഡ് ടച്ചിനെ കുറിച്ചും ബാഡ് ടച്ചിനെ കുറിച്ചൊക്കെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. പക്ഷേ ഇതൊരു 6 വയസ്സുള്ള കുഞ്ഞ്, അത് ഒരു വർഷം ഈ ലൈംഗിക ചൂഷണത്തിന് ഇരയാകുമെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ 5 വയസ്സ് മുതൽ ആ കുഞ്ഞിനെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും സ്വന്തം വീടിനുള്ളിൽ വെച്ചായിരിക്കാം അതൊക്കെ നടന്നതെന്ന ഒരു സൂചനകൾ പോലീസിനുണ്ട്. പക്ഷെ അതാരാണ് എന്ന് വ്യക്തത വരുത്താൻ കഴിയണം. പുറമേ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ, വീട്ടിലുള്ളവരാണോ? പോലീസിൻ്റെ ഒരു പ്രാഥമികമായ നിഗമനം എന്തായിരിക്കും? ഭർത്താവ് മദ്യപാനിയാണ്, അമിതമായിട്ട് മദ്യം ഉപയോഗിക്കുന്ന ആളാണെന്ന ഒരു മൊഴിയാണ് ഭാര്യ പോലീസിന് നൽകിയിരിക്കുന്നത്. മറ്റ് സുഹൃത്തുക്കളെ കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെ വീട്ടിൽ ആരെങ്കിലും പതിവായി വരുന്നുണ്ടായിരുന്നോ, ഇതൊന്നും അറിയില്ല. ഈ അമ്മ ഇതുവരെയ്ക്ക് അത്തരത്തിലുള്ള മൊഴികൾ കൊടുത്തിട്ടില്ല. കാരണം അവർ പകൽ സമയങ്ങളിൽ ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീയാണ്. വൈകിട്ടോടുകൂടി അല്ലെങ്കിൽ രാത്രിയൊക്കെയാണ് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. അപ്പോൾ മകൾ ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന കാര്യം ഒന്നും തന്നെ അമ്മയോട് പങ്കുവച്ചിട്ടുമില്ല. അത് തന്നെയാണ് പോലീസിന്റെ സംശയത്തിൽ നിൽക്കുന്നതും. അങ്ങനെയാണെങ്കിൽ അച്ഛനുമായിട്ട് അത്ര അടുപ്പം പുലർത്തുന്ന ഒരു പെൺകുട്ടി, ഇനി അച്ഛൻ ഏതെങ്കിലും വിധത്തിലുള്ള അച്ഛൻ തന്നെയാണോ ഇത് കുട്ടിയെ ഇത്തരത്തിലുള്ള ഉപയോഗപ്പെടുത്തുക അല്ലെങ്കിൽ പീഡനത്തിന് ഇരയാക്കിയതെന്നൊരു സംശയം പോലീസിനുണ്ട്. അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല ടോം. കാരണം അതിൽ പോലീസ് തന്നെ അതിലൊരു ആധികാരികത അല്ലെങ്കിൽ ഒരു സ്ഥിരീകരണം, അതിന്റെ കൃത്യമായിട്ടുള്ള തെളിവുകൾ നൽകേണ്ടതുണ്ട്, അല്ലെങ്കിൽ പോലീസ് തന്നെ അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയിലേക്ക് പ്രത്യേകിച്ച് ഈ ഒരു DNA പരിശോധനാ ഫലം കൂടി കാത്തിരിക്കുന്ന സാഹചര്യത്തിൽ അച്ഛനാണോ ഇതിൽ കാരണക്കാരനെന്ന് ഇപ്പോഴും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. പക്ഷേ കുട്ടി അച്ഛനുമായിട്ടാണ് ഏറെ അടുപ്പമുള്ളത്. ഒന്നെങ്കിൽ അച്ഛൻ അറിയാം കുട്ടി ആരാണ് ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്തതെന്ന്. ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ 6 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയാണ്. ചിലപ്പോൾ ആ പോലീസിന്റെ ഒരു സംശയം ആ രീതിയിലുമുണ്ട്. തനിക്ക് താൻ നേരിടുന്നത് ഒരു പീഡനമാണെന്നോ അല്ലെങ്കിൽ ലൈംഗികമായി തന്നെ ഉപദ്രവിക്കുകയാണെന്നോ എന്നൊരു തിരിച്ചറിവ് ചിലപ്പോൾ ആ കുട്ടിക്കുണ്ടായി കാണില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ സ്വന്തം അമ്മയോട് പോലും ഇക്കാര്യം പറയുമായിരുന്നില്ലേ എന്നൊരു ചോദ്യമാണ് പോലീസ് ഉന്നയിക്കുന്നത്. ഇനി ആ തനിക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ താൻ അനുഭവിച്ച വേദന തിരിച്ചറിയാൻ കഴിയാത്തൊരു ഇത്രയും നാളുകളായി സ്വന്തം അമ്മ, ഒരു മകൾ, അതും 5 വയസ്സുള്ള ഒരു മകൾ ലൈംഗിക ചൂഷണത്തിന് ഇരയായിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് അമ്മ അറിഞ്ഞില്ലെന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അമ്മയോട് കുഞ്ഞ് ഇക്കാര്യം മറച്ചു വയ്ക്കുക. കാരണം ആ ഒരു പ്രായമൊന്നും അല്ല അത്. കാരണം ഒരു തിരിച്ചറിവില്ലാത്തൊരു പ്രായമാണ്. സ്വാഭാവികമായും അത്തരം ഒരു പീഡനങ്ങൾ ഏൽക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അമ്മയോട് ആ വേദന പങ്കുവയ്ക്കാം, ആ വിഷമങ്ങൾ പങ്കുവയ്ക്കാം. ഈ അമ്മ കാര്യമായ രീതിയിൽ ഈ മകളെ നോക്കിയിരുന്നില്ലേ, അല്ലെങ്കിൽ കുടുംബവുമായി അത്ര ബന്ധമുണ്ടായിരുന്നില്ലേ? അത്തരം കാര്യങ്ങളിൽ നമുക്ക് വ്യക്തത വന്നിട്ടില്ല. പോലീസ് അക്കാര്യങ്ങളൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല. പക്ഷെ അമ്മ ജോലിക്ക് പോകുന്നതാണ്. ഭർത്താവുമായി നിരന്തരം പ്രശ്നമുണ്ടായിരുന്നു എന്ന് അമ്മ പോലീസിന് മൊഴി നൽകി. പ്രത്യേകിച്ച് സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലാണ്, സാമ്പത്തിക ബാധ്യതയൊക്കെയുണ്ട്. ഒരു ജോലി ഉണ്ടായിരുന്ന വ്യക്തി തന്നെയാണ് അച്ഛൻ. പക്ഷെ കുറച്ചു നാളുകളായി ജോലിക്ക് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ കുടുംബം പോറ്റുന്നതിന് വേണ്ടി അമ്മയാണ് കൂടുതൽ ജോലിക്ക് പോകുന്നതും അത്തരത്തിലുള്ള കാര്യങ്ങളും. അച്ഛൻ അമിതമായി മദ്യപിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അങ്ങനെ ഇവർക്കിടയിൽ
അവർക്കിടയിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു എന്ന് അമ്മ സ്ഥിരീകരിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഉള്ള കാര്യങ്ങളൊന്നും അമ്മയിൽ നിന്നും പോലീസ് വീണ്ടും എടുക്കുന്ന മൊഴിയിൽ മാത്രമേ അതിലൊക്കെ വ്യക്തത കൈവരികയുള്ളൂ. ഒരു കാര്യം ഉറപ്പാണ്, കുട്ടി അച്ഛനുമായിട്ടാണ് ഏറ്റവും കൂടുതൽ അടുപ്പം പുലർത്തിയിരുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ചിരുന്നത് അച്ഛനുമായിട്ടാണെന്നാണ് പോലീസിന് അമ്മ നൽകിയിരിക്കുന്ന മൊഴി. ചിലപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടിക്ക് താൻ നേരിടുന്നത് ഇത്രയും വലിയൊരു അതിക്രമമാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥയായിരിക്കുമോ എന്നൊരു സംശയം പോലീസും പ്രകടിപ്പിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള കുറ്റബോധം കാരണമാണോ ഇങ്ങനെ ആത്മഹത്യ, ഇരുവരെയും മകളെയും കൊന്ന് ആത്മഹത്യ ചെയ്യാനുള്ളൊരു കാര്യത്തിലേക്ക് അച്ഛനെ എത്തിച്ചതും ആ തരത്തിലും പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും ഏറെ വേദനിപ്പിക്കുന്നതും ഞെട്ടിപ്പിക്കുന്നതുമായിട്ടുള്ളൊരു വാർത്ത തന്നെയായിരുന്നു എളമക്കരയിലെ 6 വയസ്സുകാരി മരണശേഷമാണ് അറിയുന്നത്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അറിയുന്നത്. കുട്ടി 1 വർഷമായി ലൈംഗിക പീഡനത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണെന്നും അതോടൊപ്പം തന്നെ മരിക്കുന്നതിന് മണിക്കൂറുകൾ മുമ്പും കുട്ടി പീഡനത്തിന് ഇരയായി എന്ന ഞെട്ടിപ്പിക്കുന്ന കാര്യം പോലീസ് ഈ കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിലെ മുറിവുകളും ഒക്കെ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്താനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഇനി DNA പരിശോധനാ ഫലത്തിനായി പോലീസ് കാത്തിരിക്കുകയാണ്. അതിനിടയിൽ തന്നെ അമ്മയുടെയും സഹപാഠികളുടെയും അധ്യാപകരുടെയും മൊഴിയെടുക്കുക എന്നൊരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. കേട്ടോ, നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഒരു പറക്കമുറ്റാത്ത പ്രായത്തിലാണ് ഇത് കുഞ്ഞ് സ്വന്തം വീട്ടിൽ വെച്ച് ക്രൂരമായ പീഡനത്തിന് ഇരയായത്. അവിടെ ആരാണ് അതിന് ഉത്തരവാദി? കുഞ്ഞിനെ വേട്ടയാടിയതെന്ന് കണ്ടെത്തണം. അമ്മയ്ക്ക് ജാഗ്രതക്കുറവുണ്ടായിട്ടുണ്ടോ? ഈ ലൈംഗിക ചൂഷണത്തെക്കുറിച്ച് ബോധപൂർവം മറച്ചു വെച്ചിട്ടുണ്ടോ? മറ്റാരെങ്കിലും വീട്ടിൽ പതിവായി വന്നിരുന്നോ? ഇക്കാര്യങ്ങൾ കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് പോലീസ്. ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ചോദ്യം ചെയ്യുന്നു. പ്രത്യേക അന്വേഷണ സംഘമാണ് രാഹുലിനെ ചോദ്യം ചെയ്യുന്നത്. നേരത്തെ രാഹുലിനെ വൈദ്യപരിശോധനയ്ക്കും വിധേയനാക്കിയിരുന്നു. അതീവ രഹസ്യമായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരായത്. വിശദാംശങ്ങളുമായി സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സാരംഗ്, കഴിഞ്ഞ ദിവസമാണ് ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് ജാമ്യം ലഭിച്ചത്, മുൻകൂർ ജാമ്യം ലഭിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കർശനമായ ഉപാധികൾ കോടതി മുന്നോട്ട് വെച്ചിരുന്നു. അതായത് അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരാകണം, ലൈംഗിക ശേഷി പരിശോധനയ്ക്ക് വിധേയനാകണം, മറ്റ് തെളിവുകൾ ഉൾപ്പെടെ ഹാജരാക്കണമെന്ന കൃത്യമായ നിർദ്ദേശമുള്ളതാണ്. ഇപ്പോൾ ചോദ്യം ചെയ്യൽ മാത്രമാണോ നടക്കുന്നതോ മറ്റ് എന്തെങ്കിലും നടപടിക്രമങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുമോ? ടോമ, ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടം പേരൂർക്കടയിലുള്ള പോലീസ് ക്ലബ്ബിലേക്ക് ഹാജരാകാൻ വേണ്ടി എത്തിയത്. അതായത് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരായത്. പിന്നീട് മണിക്കൂറുകളോളം അവിടെ ചോദ്യം ചെയ്യൽ നടപടികൾ തുടർന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്ന AIG പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു ചോദ്യം ചെയ്യലും മറ്റും നടത്തിയത്. അതിനുശേഷം അവിടെ നിന്ന് പേരൂർക്കട സ്റ്റേഷനിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റുകയായിരുന്നു. ഇപ്പോഴും അദ്ദേഹത്തെ പേരൂർക്കട സ്റ്റേഷനിൽ തന്നെ തുടരുകയാണെന്നാണ് ലഭിക്കുന്ന വിവരം. ചോദ്യം ചെയ്യലിനൊപ്പം തന്നെ ഫ്ളാറ്റിലേക്ക് എത്തിച്ചത്, അതായത് തൃക്കണ്ണാപുരത്തുള്ള ഫ്ളാറ്റിലേക്ക്, ഈ ഒരു ബലാത്സംഗം നടന്നു എന്ന് പരാതിക്കാരി ഉന്നയിച്ച ഫ്ളാറ്റിലേക്കും തെളിവെടുപ്പിനായി അദ്ദേഹത്തെ കൊണ്ടുവരുമെന്ന് ഒരു വിവരം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സമയം വരെ അദ്ദേഹത്തെ സ്റ്റേഷനിൽ നിന്നും മറ്റേ തെളിവെടുപ്പിന് വേണ്ടി പുറത്തേക്ക് എത്തിച്ചിട്ടില്ല. അതിനൊപ്പം തന്നെ ഈ ഒരു ജാമ്യാപേക്ഷയിലടക്കം കൃത്യമായി നിർദ്ദേശം നൽകിയിരുന്നു. ഈ ഒരു ഫോൺ അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാക്കണം, അതിന്റെ പാസ്വേഡ് അടക്കം നൽകണം. കാരണം ഇത്തരത്തിലുള്ള ശാസ്ത്രീയ തെളിവുകളാണ് ഈ കേസിൽ കൂടുതലായും കേസിന് ബലം നൽകുക. ഒപ്പം തന്നെ അതിജീവിതയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലും മറ്റുമുള്ള പല വിവരങ്ങളും ഈ ഫോണുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. കാരണം ഈ ഒരു അതിജീവിതയുടെ പല ദൃശ്യങ്ങളും ഈ ഒരു ഫോണിലുണ്ട്. അത് പുറത്താക്കും, അല്ലെങ്കിൽ അത് ഈ ഒരു മറ്റ് വെബ്സൈറ്റ് വഴി അടക്കം പുറത്തേക്ക് എത്തിക്കുമെന്നടക്കമുള്ള ഗുരുതരമായ ആരോപണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം വരണമെങ്കിൽ ഈ ഒരു ഫോൺ ഹാജരാക്കേണ്ട സാഹചര്യമുണ്ട്. കോടതി ആ കാര്യത്തിലും ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നും നാളെയും മറ്റന്നാളുമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകാൻ വേണ്ടി നിർദ്ദേശം നൽകിയത്. ആവശ്യമെങ്കിൽ അറസ്റ്റ് ചെയ്യുമെങ്കിലും പിന്നീട് ജാമ്യത്തിൽ, അതായത് ഇപ്പോൾ ജാമ്യം നിലനിൽക്കുന്നു, മുൻകൂർ ജാമ്യം നിലനിൽക്കുന്നുണ്ട് തന്നെ പിന്നീടും ജാമ്യത്തിൽ വിട്ടയക്കുകയായിരിക്കും ചെയ്യുക. പക്ഷേ ഇന്ന് ഈ സമയം വരെ കടുത്ത നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. വൈദ്യപരിശോധന നടത്തേണ്ടതുണ്ട്, അതിനൊപ്പം തന്നെ ലൈംഗിക ശേഷി പരിശോധന നടത്തേണ്ടതുണ്ട്.
ഒപ്പം തന്നെ ഈ ഒരു ഫ്ളാറ്റിലേക്ക് എത്തി തെളിവെടുപ്പ് നടത്താൻ പോലീസിന്റെ നീക്കമുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള നടപടിയിലേക്ക് ഇതുവരെ പോലീസ് കടന്നിട്ടില്ല. അതിനൊപ്പം തന്നെ പോലീസ് ക്ലബ്ബിൽ നിന്നും പേരൂർക്കട സ്റ്റേഷനിലേക്ക് മാറ്റിയത് പോലീസ് ക്ലബ്ബിന് സമീപത്ത് വെച്ച് ആസ്ഥാനത്ത് വെച്ച് പുതിയ പോലീസ് വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യുന്നൊരു ചടങ്ങുണ്ട്. അതിനാലാണ് അവിടെ നിന്നും പേരൂർക്കട സ്റ്റേഷനിലേക്ക് മാറ്റിയതെന്നാണ് ലഭിച്ച വിവരം. എന്ത് തന്നെയായാലും ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടം പേരൂർക്കട സ്റ്റേഷനിൽ തന്നെ തുടരുകയാണ്. വരുന്ന മണിക്കൂറുകളിലും ചോദ്യം ചെയ്യൽ നടപടികളിലും മറ്റ് കാര്യങ്ങളിലേക്കും പ്രത്യേക അന്വേഷണ സംഘം കടക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ടോം, സാരംഗ്, ഇവിടെ നമുക്കറിയാം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റ് കേസുകളുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്തപ്പോഴൊന്നും തെളിവുകൾ ഹാജരാക്കാൻ രാഹുൽ തയ്യാറായിരുന്നില്ല. ഫോണിലെ വിവരങ്ങൾ നൽകിയിരുന്നില്ല, പാസ്വേഡുകൾ കൈമാറിയിരുന്നില്ല. സ്വാഭാവികമായും ഈ ആദ്യ ബലാത്സംഗ കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത് ഡിജിറ്റൽ തെളിവുകളാണ്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഉൾപ്പെടെ പുറത്തു വന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൈവശവും ചില തെളിവുകളുണ്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പറയുന്നുമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കേസന്വേഷണത്തിൽ മൊബൈൽ ഫോണിലെ വിവരങ്ങളടക്കം ഏറെ നിർണായകമായിരിക്കുമല്ലോ. അത് കണ്ടെത്താൻ വേണ്ടിയുള്ള നീക്കം അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിനോട് ഫോൺ ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടോ? ഇതിനു മുൻപ് തന്നെ പോലീസ് ഫോൺ ഹാജരാക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ഫോൺ നൽകിയിരുന്നെങ്കിലും അതിലെ പാസ്വേഡ് നൽകിയിരുന്നില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. ഇപ്പോഴും ഫോണ് കൈവശം തന്നെയാണ് ഉള്ളത്. ആ ഒരു ഫോണ് പോലീസിന് മുൻപാകെ ഹാജരാക്കിയിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. മാത്രമല്ല പാസ്വേഡ് നൽകാത്തതും പോലീസിന് വലിയൊരു തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. കാരണം ഈ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ഭൂരിഭാഗം ഇവർ തമ്മിലുള്ള സംഭാഷണങ്ങളും കൂടുതലും ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ വഴിയും മറ്റുമായിരുന്നു കൂടുതലും ഇവർ തമ്മിലുള്ള സംഭാഷണം നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഭീഷണികളും മറ്റ് സംസാരങ്ങളും എല്ലാം ഈ ഒരു ഫോൺ വഴി ആയതുകൊണ്ട് തന്നെ ഈ തെളിവുകൾ ശേഖരിക്കേണ്ടത് ഈ കേസ് നിലനിൽക്കുന്നതിൽ വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അതിനൊപ്പം തന്നെ ഈ ഒരു ഗർഭചിത്രം അടക്കമുള്ള പല ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് നിർബന്ധിച്ചു എന്നും ഭീഷണിപ്പെടുത്തി എന്നും എന്നടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് അതിജീവിതയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതെല്ലാം ഫോൺ വഴി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചാറ്റുകൾ വഴി അടക്കം ഈ ഒരു സംഭാഷണം നടന്നിട്ടുണ്ട് എന്നാണ് അതിജീവിത പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ ഈ ഒരു തെളിവുകൾ കണ്ടെത്തുകയാണെങ്കിൽ മാത്രമേ ഇത് കോടതിയിൽ എത്തിക്കുമ്പോൾ അത് കൃത്യമായി പോലീസിന് തെളിയിക്കാൻ സാധിക്കുകയുള്ളൂ. ഒപ്പം തന്നെ ഈ ഒരു മറ്റ് പ്രതികളിലേക്ക് അടക്കം, അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഗർഭചിത്രത്തിനടക്കം സഹായിച്ച പ്രതികളിലേക്കും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പലരിലേക്കും എത്തണമെങ്കിൽ ഈ ഒരു ഫോണ് പോലീസിന്റെ കൈവശം എത്തിയാൽ മാത്രമേ അത് സാധ്യമാവുള്ളൂ. കാരണം ശാസ്ത്രീയമായ തെളിവുകൾ മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ. അതല്ലാതെ അതിനപ്പുറത്തേക്കുള്ളൊരു തെളിവുകൾ ഈ ഒരു കേസിൽ പോലീസിന് കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെയധികം ദുഷ്കരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പോലീസ് വളരെ മുൻകൂട്ടി തന്നെ കോടതി അടക്കം ധരിപ്പിച്ചത് ഈ ഫോൺ എത്തരത്തിലെങ്കിലും കൃത്യമായി പോലീസിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരണം. അതുമായി ബന്ധപ്പെട്ട പഴയ ചാറ്റുകൾ റിക്കവർ ചെയ്യുന്നതും ഒപ്പം ഫോൺ കോളുകളും ഇവർ തമ്മിലുള്ള ബന്ധത്തിന്റെ മറ്റ് തലങ്ങളടക്കം മനസ്സിലാക്കണമെങ്കിൽ കോടതി അത് ബോധ്യപ്പെടുത്തണമെങ്കിൽ ഈ ഒരു ഫോണിലെ വിശദമായ ശാസ്ത്രീയമായ തെളിവുകൾ ഹാജരാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ആ ഒരു കാര്യത്തിലേക്കായിരിക്കണം പോലീസ് കൃത്യമായി ഇത്തരത്തിലുള്ള നിരീക്ഷണം ഏർപ്പെടുത്തുക. അതിനൊപ്പം തന്നെ ഒരു ശാസ്ത്രീയ പരിശോധനയ്ക്കൊപ്പം തന്നെ ഈ ഒരു തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. ആ തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റിലും ഇന്ന് ഇത്തരത്തിലുള്ള പരിശോധന, അതായത് തെളിവെടുപ്പടക്കം നടത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഇതിലേത് തന്നെയായാലും ഫോണുമായി ബന്ധപ്പെട്ട വിഷയമാണ് പോലീസ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അത്തരം തെളിവുകൾ ലഭിച്ചാൽ മാത്രമേ വരുന്ന ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കാനും അന്വേഷണത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പോലീസ് ഇപ്പോൾ നിലവിൽ പോലീസ് സ്റ്റേഷനിൽ തുടർന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോൺ പരിശോധിക്കാനുള്ള ഒരു നീക്കമായിരിക്കും ഇപ്പോൾ നടത്തുന്നത്. ആദ്യ ബലാത്സംഗ കേസ്, ഇതില് ഗർഭചിത്ര ആരോപണം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഒരൊറ്റ ദിവസം മാത്രമായിരിക്കില്ലല്ലോ ചോദ്യം ചെയ്യൽ. വരും ദിവസങ്ങളിലും ചോദ്യം ചെയ്യൽ ഉണ്ടാകുമോ? അതോടൊപ്പം തന്നെ തെളിവെടുപ്പ്, ഫ്ളാറ്റിലേക്ക് ഈ ലൈംഗിക പീഡനത്തിന് ഇരയായി എന്ന് പറയപ്പെടുന്ന ആ സ്ഥലത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിക്കുമോ? ലൈംഗിക ശേഷി പരിശോധന ഉൾപ്പെടെ ഈ ഘട്ടത്തിൽ തന്നെ ഉണ്ടാകുമോ? ടോം, ഈ ഒരു കാര്യത്തിൽ വ്യക്തത ലഭിച്ചിട്ടില്ല. കാരണം 3 ദിവസം, ഇന്നും നാളെയും മറ്റന്നാളും ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകാൻ വേണ്ടി നിർദ്ദേശം ഹൈക്കോടതി തന്നെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും രാഹുൽ മാങ്കൂട്ടം ഹാജരാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ തിരക്ക് പിടിച്ച് എല്ലാ കാര്യങ്ങളും ഇന്ന് തന്നെ ചെയ്തു തീർക്കാനുള്ളൊരു സാഹചര്യം നിലവിൽ പോലീസിന് മുൻപിലില്ല. കൃത്യമായി സമയമെടുത്ത് ഇതിന്റെ കൃത്യമായ ശാസ്ത്രീയ തെളിവുകൾ അടക്കം ലഭിക്കുന്ന മുറയ്ക്ക് മാത്രമായിരിക്കും പോലീസ് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക. അതിന്റെ ഭാഗമായിട്ടായിരിക്കും ഈ ഫോണിന്റെ പരിശോധനയും മറ്റും നടത്തുക. ഇതിനൊപ്പം തന്നെ മാസത്തിലെ രണ്ടാമത്തെ ശനിയാഴ്ചയും
പോലീസിന് മുൻപാകെ ഹാജരാകാനുള്ള നിർദ്ദേശമുണ്ട്. കൃത്യമായ സമയം, അതായത് കസ്റ്റഡിയിൽ എന്ന് പറയുമ്പോൾ, അതായത് ജാമ്യമുണ്ടെങ്കിൽ പോലും കസ്റ്റഡിയിൽ എന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടം ഉള്ളത്. കാരണം കർശനമായ ഉപാധികളോടുകൂടിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ജാമ്യം ലഭിച്ചു എന്നതിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ, അതായത് വലിയ ആനുകൂല്യങ്ങളൊന്നും തന്നെ അതിലില്ല. കൃത്യമായ നിർദ്ദേശങ്ങൾ, അത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആയിക്കോട്ടെ, കോടതിയുടെ ആയിക്കോട്ടെ, അതെല്ലാം പിന്തുടർന്ന് മാത്രമേ ഈ ഒരു ജാമ്യ വ്യവസ്ഥ നിലനിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഹൈക്കോടതി ജാമ്യ വ്യവസ്ഥ അല്ലെങ്കിൽ ജാമ്യം റദ്ദാക്കാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘവുമായി എത്രയും നല്ല രീതിയിൽ സഹകരിച്ച് മുന്നോട്ട് പോകാനായിരിക്കും രാഹുൽ മാങ്കൂട്ടം ശ്രമിക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനൊപ്പം തന്നെ ഫ്ളാറ്റിലെ കാര്യം എന്ന് നോക്കുമ്പോൾ ഇന്ന് തന്നെ ഈ ഒരു പരിശോധന അല്ലെങ്കിൽ തെളിവെടുപ്പ് ഉണ്ടാകുമെന്നായിരുന്നു തുടക്കത്തിൽ അറിയിച്ചത്. പക്ഷേ ഇപ്പോഴും പേരൂർക്കട സ്റ്റേഷനിൽ തന്നെ അദ്ദേഹം തുടരുകയാണ്. ആ ഒരു തെളിവെടുപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു വൈദ്യപരിശോധനയിലേക്ക് ഇന്ന് പോലീസ് കടക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ വരും ദിവസങ്ങളിലും ഈ ഒരു പ്രക്രിയ, ഈ ഒരു നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചേ പറ്റുള്ളൂ. കാരണം കേസ് മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ഒരു പുരോഗതി അറിയിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ പോലീസ് ഉദാസീനത കാണിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ല. എത്രയും പെട്ടെന്ന്, അത് ഫോണിലേക്കാണെങ്കിലും ഫ്ളാറ്റിലെ ഇത്തരത്തിലുള്ള പരിശോധന ആയിക്കോട്ടെ, അല്ലെങ്കിൽ വൈദ്യപരിശോധന, അല്ലെങ്കിൽ ലൈംഗിക ശേഷി പരിശോധിക്കുന്ന വിഷയമായിക്കോട്ടെ, ഇതിലെല്ലാം പ്രത്യേക അന്വേഷണ സംഘം വരും ദിവസങ്ങളിലും ഇന്നുമായി തന്നെ ഇത്തരം എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ തുടർച്ചയായിട്ടായിരിക്കും ഹൈക്കോടതി ഈ കാര്യങ്ങൾ ധരിപ്പിക്കുകയും കേസിന്റെ പുരോഗതി അടക്കം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക. കേട്ടോ, വ്യക്തമാണ്. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. ആദ്യ ബലാത്സംഗ കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പോലീസ് ചോദ്യം ചെയ്യുന്നത്. തെളിവെടുപ്പടക്കം ഉണ്ടാകുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. കർശന ഉപാധികളോടെയായിരുന്നു കോടതി നേരത്തെ ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. അന്വേഷണ സംഘവുമായി അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കണം എന്നതുൾപ്പെടെയുള്ള കൃത്യമായ നിർദ്ദേശമുണ്ട്. തിരുവനന്തപുരം പാങ്ങോട് സൈനിക ക്യാമ്പിലെ ആനക്കൊമ്പ് മോഷണത്തിൽ അന്വേഷണം ഊർജിതം. വാർത്തയിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവ് തുടരുന്നു. തിരുവനന്തപുരം പാങ്ങോട് സൈനിക ക്യാമ്പിലെ ആനക്കൊമ്പ് മോഷണത്തിൽ അന്വേഷണം ഊർജിതം. 20 പേരുടെ വിരലടയാളം രേഖപ്പെടുത്തി. ഓഫീസേഴ്സ് മെസ്സിൽ ജോലി ചെയ്യുന്നവരുടെ വിരലടയാളവും രേഖപ്പെടുത്തി. മോഷണം പോയ ആനക്കൊമ്പുകൾ സൂക്ഷിച്ചിരുന്ന ഇടത്തെ ചില്ലുകളിൽ പതിഞ്ഞ വിരലടയാളം താരതമ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കമുള്ളത്. വിവരങ്ങളുമായി സാരംഗ് സുധാകരൻ വീണ്ടും ചേരുന്നുണ്ട്. സാരംഗ്, ഈ പാങ്ങോട് സൈനിക ക്യാമ്പിലെ മോഷണം അത് വലിയ സുരക്ഷാ വീഴ്ച തന്നെയാണ്. കാരണം അത്രയധികം ഒരു കാവലുള്ള, ഒരു പരിശോധനകളുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് 2 ആനക്കൊമ്പുകൾ, അതും പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു അമൂല്യ വസ്തു അവിടെ നിന്നും മോഷണം പോയത്. ഇതുവരെയും അന്വേഷണത്തിൽ യാതൊരു പുരോഗതിയുമില്ല. വിരലടയാളം പരിശോധിക്കുന്ന നടപടികൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ആരാണ് ഇത് മോഷ്ടിച്ചതെന്ന് സംബന്ധിച്ചുള്ള എന്തെങ്കിലും സൂചനകൾ ലഭ്യമായിട്ടുണ്ടോ? CCTVകൾ പരിശോധിച്ചതിൽ നിന്നും എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ടോം, ഈ വിഷയത്തിൽ ഈ ഒരു കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം പുരോഗമിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. കാരണം ഈ ഒരു പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ അതീവ സുരക്ഷാ മേഖലയാണ്. പുറമെ നിന്നുള്ള ആൾക്കാർക്ക് അത്ര എളുപ്പത്തിൽ, അതായത് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരായിക്കോട്ടെ, മറ്റുള്ള ഉദ്യോഗസ്ഥരായിക്കോട്ടെ, അത്ര എളുപ്പത്തിൽ അകത്തേക്ക് കയറി പറ്റാൻ സാധിക്കില്ല. ഇങ്ങനൊരു മോഷണം നടത്തുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായ ഒരു കാര്യമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മിലിറ്ററി ക്യാമ്പിലെ ഉദ്യോഗസ്ഥർ, അല്ലെങ്കിൽ അവിടെ നിന്നും കൃത്യമായ ഒരു സഹായം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ആ സഹായത്തിന്റെ പിൻബലത്തിലാണ് ഈ ഒരു മോഷണം നടന്നിട്ടുള്ളത് എന്ന സംശയത്തിലാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരും മിലിറ്ററി ക്യാമ്പിലെ ഉദ്യോഗസ്ഥരടക്കം നിൽക്കുന്നത്. കാരണം ഇത്തരത്തിൽ, അതായത് അകത്തേക്ക് മോഷ്ടാക്കൾ കയറിയാൽ പോലും ഈ ഒരു ആനക്കൊമ്പുമായി പുറത്തേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് അത് ഇത്തരത്തിലുള്ള ഒരു മിലിറ്ററി ക്യാമ്പിലെ ഉദ്യോഗസ്ഥരുടെ സഹായമില്ലാതെ സാധിക്കില്ല. കാരണം അത്രയധികം സുരക്ഷാ മേഖലയായിട്ട് പ്രഖ്യാപിച്ച, അല്ലെങ്കിൽ അത്രയധികം മിലിറ്ററിയുടെയും മറ്റ് സേനാ വിഭാഗങ്ങളുടെയും നിരീക്ഷണമുള്ള ഒരു മേഖലയാണ് പാങ്ങോട് മിലിറ്ററി ക്യാമ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് ഉണ്ടായിട്ടുള്ള, അതായത് CCTV ദൃശ്യങ്ങൾ, അതിനൊപ്പം തന്നെ ഈ വിരലടയാളം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം 20 പേരുടെ വിരലടയാളങ്ങൾ ശേഖരിച്ചതിൽ നിന്നും ഈ ഒരു ചില്ലിൽ പതിഞ്ഞിട്ടുള്ള വിരലടയാളവുമായി ബന്ധപ്പെടുത്തി നോക്കുകയും ആ ഭാഗത്ത് ഇവർ എത്തിയിട്ടുണ്ടോ, ഈ ഒരു മോഷണത്തിൽ അവർ പങ്കാളികളായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഈ ഒരു പോലീസിന് കൃത്യമായ ഒരു വിവരം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വിരലടയാളം ശേഖരിച്ചിട്ടുള്ളത്. അതിനൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഇതിന് മുൻപ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ ഒരു കുക്കിനെ, അതായത് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കുക്കിനെ ചോദ്യം
ചോദ്യം ചെയ്തു എന്നടക്കം വിവരം ലഭിച്ചിരുന്നു. ഇതിൽ പോലീസ് നേരിടുന്ന വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് മിലിറ്ററി ക്യാമ്പായതുകൊണ്ട് തന്നെ പുറത്തു നടന്നൊരു അന്വേഷണം, പുറത്തു നടന്നൊരു മോഷണത്തിൽ നടത്തുന്ന അന്വേഷണം പോലെ അത്ര എളുപ്പത്തിൽ ഒരു മിലിറ്ററി ക്യാമ്പിനകത്ത് കയറി പോലീസിന് അന്വേഷണം നടത്തുന്നതിന് അതിൻ്റെതായ പരിമിതികളുണ്ട്. പക്ഷേ ആ പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. അതിന്റെ അടിസ്ഥാനത്തിൽ അതായത് 2 കോടിയിലധികം വിലമതിക്കുന്ന ആനക്കൊമ്പുകളാണ് ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടത്. അതിനൊപ്പം തന്നെ നഷ്ടപ്പെട്ട സ്ഥലവും വളരെ പ്രധാനപ്പെട്ടതാണ്. മിലിറ്ററി ക്യാമ്പിൽ നിന്നും ഇങ്ങനെ ഒരു അമൂല്യ വസ്തു നഷ്ടപ്പെടുക എന്ന് പറയുന്നത് സേനയ്ക്ക് തന്നെ വലിയ കളങ്കമായിട്ടുള്ളൊരു സംഗതിയായിട്ടാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അതിനൊപ്പം തന്നെ തൊണ്ടി മുതൽ കണ്ടെത്തുക, എങ്ങനെ മോഷണം നടന്നു, ആരുടെ ഭാഗത്താണ് ഇത്തരമൊരു സുരക്ഷാ വീഴ്ച ഉണ്ടായതെന്ന് അടക്കം പരിശോധിക്കേണ്ടതുണ്ട്. ആഭ്യന്തര തലത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഈ സുരക്ഷാ വീഴ്ച സംഭവിച്ചു എന്ന് ബോധ്യമായ സാഹചര്യത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ നടപടി ഉണ്ടാകേണ്ടതല്ലേ സാരംഗ്? ടോം, തീർച്ചയായും. കാരണം ഇതിനു മുൻപ് തന്നെ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഒരു മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു യുവാവ് പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലേക്ക് അതിക്രമിച്ച് കയറിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോഴും ചൂണ്ടിക്കാണിച്ചൊരു വിഷയം പാങ്ങോട് മിലിറ്ററി ക്യാമ്പുമായി ബന്ധപ്പെട്ട ഈ ഒരു സുരക്ഷയിൽ വലിയൊരു ചോദ്യം ഉയർത്തിയിരുന്നു. കാരണം മാനസിക വെല്ലുവിളി ഉയർത്തുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ഉത്തരേന്ത്യൻ യുവാവായിരുന്നു മിലിറ്ററി ക്യാമ്പിലേക്ക് അതിക്രമിച്ച് കയറിയത്. പക്ഷേ അവർക്ക് എങ്ങനെ കയറാൻ കഴിയുന്നു എന്നൊരു ചോദ്യമാണ്. കാരണം എല്ലാ ഭാഗത്തും കൃത്യമായി CCTV നിരീക്ഷണവും സേനയുടെ നിരീക്ഷണവും അടക്കമുള്ള വലിയ സുരക്ഷ അവകാശപ്പെടുന്ന ഒരു ഭാഗത്ത് ഇങ്ങനെ തുടർച്ചയായി പല സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുന്നു, അമൂല്യമായ വസ്തുക്കൾ നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് സേനയ്ക്ക് വലിയ കളങ്കം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ഇനി അതിൽ ഉത്തരവാദിത്തപ്പെട്ടവർ അല്ലെങ്കിൽ ഇതിൽ ചോദ്യമുന്നിൽ നിൽക്കുന്നവരെ എത്രയും പെട്ടെന്ന് സേനയിൽ നിന്നും നീക്കം ചെയ്യുക, അല്ലെങ്കിൽ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി മാറ്റി നിർത്താനുള്ള ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. കാരണം പാങ്ങോട് എന്ന് പറയുന്ന മിലിറ്ററി ക്യാമ്പ് തുടർച്ചയായി വാർത്തകൾ നിറയുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അതിന്റെ ഭാഗമായി ആ ഒരു നഷ്ടപ്പെട്ട പേര് അല്ലെങ്കിൽ അതിന്റെ സുരക്ഷിതത്വത്തിന് ഏറ്റ ഒരു കളങ്കം അത് മായ്ക്കാൻ വേണ്ടി സേന ആഭ്യന്തര തലത്തിലും ഒപ്പം തന്നെ പോലീസിന്റെ സമാന്തരമായ അന്വേഷണം നടക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. എത്രയും പെട്ടെന്ന് പ്രതികളിലേക്ക് എത്തുക, അതിനൊപ്പം തന്നെ നഷ്ടപ്പെട്ട വസ്തു തിരിച്ചു കൊണ്ടുവരിക എന്നത് വളരെ നിർണായകമാണ്. കാരണം നഷ്ടപ്പെട്ട വസ്തു അല്ലെങ്കിൽ സംസ്ഥാനം കടന്നു പോവുകയോ ഈ ഒരു പുരാവസ്തു മൂല്യമുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക് അടക്കം എത്തിയ അത് തിരിച്ചെത്തിക്കുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായ ഒരു കാര്യമാണ്. സേനയിൽ നിന്നും ഇങ്ങനൊരു വസ്തു നഷ്ടപ്പെടുക, അത് തിരിച്ചെത്തിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ അത് വളരെ വലിയ കളങ്കം സേനയ്ക്ക് സൃഷ്ടിക്കും. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ ഒരു അന്വേഷണമാണ് പോലീസിന്റെയും ആഭ്യന്തര നേതൃത്വത്തിന്റെയും ഭാഗമായി നടക്കുന്നത്. അതിൽ പോലീസിന്റെ സഹകരണവും സേനയുടെ ഭാഗത്തുനിന്ന് പോലീസിനും സഹകരണം ലഭിക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്ന വിവരം. എന്തു തന്നെ ആയാലും ഈ ഒരു വിരലടയാളം ലഭിച്ച മുറയ്ക്ക് അതിന്റെ പരിശോധനയ്ക്ക് ശേഷം ഇതിൽ ഉൾപ്പെട്ടവരിലേക്ക് കൃത്യമായി എത്താൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് ഒരു കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്, ഈ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിന് ഉള്ളിൽ നിന്നും കൃത്യമായ സഹായം ലഭിച്ചിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥരടങ്ങുന്ന അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മിലിറ്ററി ക്യാമ്പുമായി ബന്ധപ്പെട്ട ആളുകൾ ഉൾപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ മോഷണം നടന്നിരിക്കുന്നത്. അവരിലേക്ക് എത്രയും പെട്ടെന്ന് എത്താനുള്ള നീക്കമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കേട്ടോ, വ്യക്തമാണ്. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലെ ആനക്കൊമ്പ് മോഷണത്തിലാണ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. എറണാകുളം വടക്കൻ പറവൂരിൽ മകൻ അച്ഛനെ കുത്തി പരിക്കേൽപ്പിച്ചു. പറവൂർ സ്വദേശി ലിൻഡോ ആണ് അച്ഛൻ രാജുവിനെ ആക്രമിച്ചത്. കെടാമംഗലത്ത് പുലർച്ചെ 5 മണിയോടെയായിരുന്നു സംഭവം. കാപ്പ കേസ് പ്രതിയാണ് ലിൻഡോ. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നു കൊച്ചിയിൽ നിന്ന്. നവമി, പുലർച്ചെയാണ് ആ വീട്ടിൽ ആക്രമണം ഉണ്ടാകുന്നത്. ഈ കഞ്ചാവ് ലഹരിയിൽ മറ്റോ ആണോ ഈ പ്രതി ലിൻഡോ അച്ഛനെ ആക്രമിച്ചത്? പോലീസ് പറയുന്നതനുസരിച്ച് ലിൻഡോ ലഹരിക്ക് അടിമയായിട്ടുള്ള ഒരാളാണ്. കഞ്ചാവ് കേസിലടക്കം പിടികൂടിയിട്ടുണ്ട്. നിരവധി ക്രിമിനൽ കേസുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് കാപ്പ കേസ് പ്രതിയും കൂടിയാണ്. കാപ്പ ചുമത്തിയിട്ടുമുണ്ട് ലിൻഡോയ്ക്കുമേൽ. ലിൻഡോയാണ് ഇന്ന് പുലർച്ചെ തന്റെ വീട്ടിൽ, കിടാമംഗലത്തെ വീട്ടിൽ അച്ഛനുമായി തർക്കമുണ്ടാകുകയും ആ തർക്കത്തിനൊടുവിൽ മാരകായുധം ഉപയോഗിച്ച് അച്ഛനെ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തത്. കൈക്കും തോളിലുമായിട്ടാണ് പരിക്കേറ്റത്. ഇതിനെ തുടർന്ന് അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചു. ആശുപത്രിയിൽ നിന്നാണ് നോർത്ത് പറവൂർ പോലീസിനെ
വിവരം അറിയിച്ചത്. പോലീസ് എത്തി അച്ഛന്റെ മൊഴിയെടുത്തു. അതിൽ നിന്നാണ് മകനാണ് തന്നെ ഉപദ്രവിച്ചതെന്ന വിവരം പോലീസിന് ലഭിച്ചത്. ഉടനെ തന്നെ കുടുംബത്തിന്റെ പരാതിയെ തുടർന്ന് പോലീസ് കേസെടുത്തു. പ്രതിയെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. അയാൾ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണെന്നാണ് പോലീസ് പറയുന്നത്. കുടുംബവുമായി വഴക്കുണ്ടായിരുന്നു. മുൻപും അച്ഛനുമായി സ്ഥിരമായി വഴക്കുണ്ടാക്കുന്ന ഒരാൾ കൂടിയാണ് ലിൻഡോ എന്നാണ് പറയുന്നത്. എന്തായാലും അച്ഛൻ രാജുവിന്റെ അപകട നില തരണം ചെയ്തിട്ടുണ്ട്. എന്നാലും ഗുരുതരമായി പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. നിരന്തരം വീട്ടിൽ വഴക്കുണ്ടാക്കുന്ന ആള് തന്നെയാണ്. അത് പലപ്പോഴും ലഹരിക്ക് അടിമയായിട്ടാണ് ലിൻഡോ വീട്ടിലേക്ക് വരുന്നതും അതുമായി ബന്ധപ്പെട്ട ചില സാമ്പത്തിക ഇടപാടുകൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് അച്ഛനും മകനുമായി എപ്പോഴും ഉണ്ടാകുന്നത്. കുടുംബവുമായി നല്ല അടുത്ത രീതിയിലല്ല അല്ലെങ്കിൽ നല്ല അടുപ്പമല്ല ലിൻഡോയ്ക്കുള്ളതെന്നാണ് പോലീസും പറയുന്നത്. എന്തായാലും കാപ്പ അടക്കം ചുമത്തിയിട്ടുള്ള പ്രതിയാണ്. ഈ കേസിലും ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ പ്രകാരം നടപടിയെടുക്കാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. കേസെടുക്കാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ലിൻഡോയ്ക്കെതിരെ കടുത്ത നടപടി എന്ത് സ്വീകരിക്കാമെന്നും പോലീസ് ഇപ്പോൾ ആലോചിക്കുകയാണ് കേട്ടോ. തീർച്ചയായും കാപ്പ കേസ് പ്രതിയാണ്. സ്വന്തം വീട്ടിലാണ് ആക്രമണം നടത്തിയത്. ഇങ്ങനെ പതിവായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തി ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇനി ഉണ്ടാകാൻ പോകുന്ന നടപടി എന്താണെന്ന് കൂടി എന്തെങ്കിലും വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നുണ്ടോ? അത്തരത്തിൽ നമുക്ക് വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. എന്തായാലും ലിൻഡോയെ കുടുംബത്തിന്റെ പരാതിയെ തുടർന്ന് ലിൻഡോയെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. അയാളെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷമാണ് ഈ കൊലപ്പെടുത്താനുള്ള ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പോലീസ് ആ തരത്തിലേക്കുള്ള അച്ഛന്റെ വിശദമായിട്ടുള്ള മൊഴിയെടുത്ത ശേഷമായിരിക്കും അത്തരത്തിൽ കൂടുതൽ ഏതൊക്കെ വകുപ്പുകൾ ചുമത്താൻ കഴിയും എന്നുള്ളത് പരിശോധിക്കുക. നിരന്തരം പ്രശ്നക്കാരനാണ്. ലഹരി ഒക്കെ ഉപയോഗിക്കുന്ന ഒരാളാണ്. കഞ്ചാവ് കേസിലും ഒക്കെ പിടികൂടിയിട്ടുമുണ്ട്. നിരവധി ക്രിമിനൽ കേസുണ്ട്. കാപ്പ കേസ് പ്രതിയാണ്. അങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആള് കൂടിയാണ് ലിൻഡോ. അച്ഛനുമായി നിരന്തരം വഴക്കുണ്ടായിരുന്നു. കുടുംബത്തിൽ എപ്പോഴും പ്രശ്നമുണ്ടാക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അതിൽ പ്രധാനമായും സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടൊക്കെ ആയിരിക്കും എപ്പോഴും കുടുംബവുമായിട്ടൊക്കെ തർക്കമുണ്ടാക്കുക. മുൻപും ആ അച്ഛനെ ഇങ്ങനെ ഉപദ്രവിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ എന്നും പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഏതൊക്കെ വകുപ്പുകൾ ചുമത്തോ അല്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് കടക്കുക എന്നൊരു ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ അതും കൂടി പരിശോധിച്ച ശേഷമായിരിക്കും ആ രീതിയിലേക്ക് പോലീസ് കടക്കുകയുള്ളൂ കേട്ടോ. യെസ്, വ്യക്തമാണ്. എറണാകുളം പറവൂരിലാണ് മകൻ അച്ഛനെ കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഇയാൾ കാപ്പ കേസ് പ്രതിയാണ്. മുൻപും നിരവധി ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. വീട്ടിൽ പതിവായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമായിരുന്നു. അച്ഛനെ ആക്രമിക്കുമായിരുന്നു. ഒരുപക്ഷെ ഇതുപോലെ ഇയാൾക്കെതിരെ ഒരു കടുത്ത നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാൽ വീണ്ടും വീട്ടിൽ കലാപങ്ങൾ സൃഷ്ടിക്കാം. ആ വീട് വീണ്ടും ചോരക്കളമാകാം. സ്വാഭാവികമായും മറ്റു പല കേസുകളും നമുക്കറിയാം. എറണാകുളത്തെ തന്നെ ചേന്ദമംഗലത്തെ കേസെടുത്ത് നോക്കിയാലും തിരുവനന്തപുരത്തെ അഫാൻ്റെ കൂട്ടക്കൊലപാതകം ഉൾപ്പെടെ പരിശോധിച്ച് നോക്കിയാലും സ്വന്തം വീട്ടിൽ എന്തുകൊണ്ടാണ് യുവാക്കൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നത് അല്ലെങ്കിൽ അവർ ഈ കൂട്ടക്കൊലപാതകം നടത്തുമെന്ന് പരിശോധിച്ച് നോക്കിയാൽ അതിൽ പലപ്പോഴും പല കേസുകൾക്ക് പിന്നിലും ലഹരിയാണ്. ഇതുപോലുള്ള ക്രിമിനലുകളെ ഈ അഴിഞ്ഞാടാൻ അനുവദിച്ചു കഴിഞ്ഞാൽ അവർ വീണ്ടും കൂടുതൽ അക്രമങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്. പോലീസ് ശക്തമായ നടപടി തന്നെ ഇയാൾക്കെതിരെ സ്വീകരിക്കണം. കൊല്ലം പുത്തൂർ ബിവറേജസിന് മുന്നിൽ സംഘർഷം. യുവാക്കളാണ് ഏറ്റുമുട്ടിയത്. തർക്കത്തിൽ ഏർപ്പെട്ട യുവാവിനെ കാറിടിച്ച് കൊല്ലാൻ ശ്രമമുണ്ടായി. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. ദൃശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടെന്നും എന്നാൽ പരാതി ലഭിച്ചിട്ടില്ല എന്നുമാണ് പോലീസ് പറയുന്നത്. വിശദാംശങ്ങളുമായി കൊല്ലത്ത് നിന്ന് എസ് വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, ഇത് ഏറെ ഭീതിപ്പെടുത്തുന്നൊരു കാഴ്ചയാണ്. യുവാവ്, രണ്ട് സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാകുന്നു. യുവാവ് കാറിടിച്ച് മറ്റൊരു യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നത് മദ്യലഹരിയിലുള്ള പ്രശ്നമായിരുന്നോ
അതോ മറ്റു ഗുണ്ടാക്കുടിപ്പോ മറ്റോ ആണോ ഈ രീതിയിലുള്ള ഒരു സംഘർഷങ്ങളിലേക്ക് വഴിവെച്ചത്? ടോം, ഇത് കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. പുത്തൂരിലുള്ള ഒരു ബിവറേജ് കോർപ്പറേഷന് മുന്നിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ബിവറേജ് കോർപ്പറേഷനിൽ മദ്യം വാങ്ങാൻ എത്തിയവരായിരുന്നു ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ വ്യക്തികളെല്ലാം തന്നെ. അപ്പോൾ ഇതിൽ ഈ കാറ് ഒരു ബൈക്കിൽ തട്ടി എന്നുള്ള ഒരു കാരണത്താലാണ് ഇത്തരത്തിലുള്ളൊരു മർദ്ദനത്തിലേക്കും ഈ ഒരു സംഘർഷത്തിലേക്കും നയിച്ചതെന്നാണ് അറിയുന്നത്. കാറ് അവിടെ പാർക്ക് ചെയ്തിരുന്ന നിർത്തിയിട്ടിരുന്ന ഒരു ബൈക്കിലേക്ക് തട്ടി. അപ്പോൾ ആ ബൈക്കിന്റെ ഉടമ ഉടൻ എത്തുകയും ഈ കാറിന്റെ ചില്ലടിച്ച് തകർക്കുകയും ചെയ്തു. ഇതായിരുന്നു ഈ ഒരു ആക്രമണത്തിന് ആധാരമായ സംഭവം. ഇതിനെ ചൊല്ലിയുണ്ടായൊരു തർക്കമാണ് ഈ ദൃശ്യങ്ങൾ കാണുന്ന തരത്തിൽ. ഈ കാർ ഉടമയാണ് അതായത് ഈ കാറിൽ വന്ന ആളാണ് ആ ബൈക്കിന്റെ ആളെ മർദ്ദിക്കുന്നത്. ആ ദൃശ്യമാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കണ്ടാൽ തോന്നും ഒരാളെ ക്രൂരമായി മർദ്ദിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ ഈ ഒരു മർദ്ദനത്തിന് കാരണം ഇങ്ങനെയാണ് പോലീസ് പറയുന്നത്. ഈ കാറ് തട്ടിയുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ്. അപ്പോൾ നിലവിൽ ഇതിൽ വേറെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഭീതിപ്പെടുത്തുന്ന ഒരു രംഗം കൂടിയുണ്ട്. ഈ വാഹനം മുന്നോട്ടെടുത്ത് ഒരാളെ ഇടിച്ചു തെറിപ്പിച്ച് കൊണ്ടുപോകുന്ന തരത്തിലുള്ള ദൃശ്യവും കൂടെ കാണാൻ കഴിയുന്നു. അത് വളരെ ഭീതിജനകമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇത് കണ്ടു നിന്നവർ തന്നെ ഈ പുത്തൂർ പോലീസിൽ വിവരം അറിയിച്ചിരുന്നു. അങ്ങനെ പുത്തൂർ പോലീസ് സ്ഥലത്തെത്തിയപ്പോഴേക്കും ഈ മർദ്ദനമേറ്റ ആളും മർദ്ദിച്ച ആളും ഈ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചവരെല്ലാം തന്നെ അവിടെ നിന്നും രക്ഷപ്പെട്ട സാഹചര്യമായിരുന്നു ഉണ്ടായത്. അങ്ങനെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പോലീസിന് ലഭ്യമായത്. എന്തായാലും ഇതിൽ ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസിന് കൃത്യമായ ആൾക്കാരെ എല്ലാം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ആരും പരാതിയുമായി മുന്നോട്ട് വന്നിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. പരാതി ലഭിക്കുന്ന മുറയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടക്കും, കുറ്റക്കാരെ കണ്ടെത്തും, തുടർ നടപടികളിലേക്ക് നീങ്ങും എന്നാണ് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ ദൃശ്യങ്ങൾ വളരെ ഭീകരമാണ്. വലിയ രീതിയിലുള്ള അക്രമത്തിലേക്ക് വഴിവെക്കുന്നു. അതുപോലെ തന്നെ ഈ കാർ മുന്നോട്ടെടുത്ത് ഒരാളെ ഇടിച്ച് നമുക്കറിയാം ഇടിക്കുന്ന ആള് ബോണറ്റിലേക്ക് വീഴുകയും നിലത്ത് വീഴുകയും ചെയ്യുന്നു. വീണ്ടും കാർ നിർത്താതെ മുന്നോട്ടെടുത്തുകൊണ്ട് പോകുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ്. വളരെ ഭീതിപ്പെടുന്ന ഒരു ദൃശ്യങ്ങളാണ്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പരാതി ലഭ്യമായിട്ടില്ല. എന്തായാലും പോലീസിന് ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ആൾക്കാരെ എല്ലാം മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഈ പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ വിനീഷ്? എന്താ ഇയാളുടെ ഒരു പശ്ചാത്തലം, ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണോ? ആ കാറിൽ ഒരാൾ മാത്രമാണോ ഉണ്ടായിരുന്നത്, അതോ സംഘടിതമായിട്ടുള്ളൊരു ആക്രമണമായിരുന്നോ? ടോം, ഈ കാറിന്റെ ഓണർഷിപ്പുമായി ബന്ധപ്പെട്ട് പോലീസ് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ഈ കാറിന്റെ ഓണറുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ നിരവധി പേരെ കൈമറിഞ്ഞു വന്നൊരു വാഹനമാണ് ഇതെന്ന് പറയുന്നത്. പക്ഷേ നിലവിൽ ഇതിന്റെ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാതെയാണ് ഈ വാഹനം ഇപ്പോഴും കൊണ്ടു നടക്കുന്നതെന്ന് ചില വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. പക്ഷേ ഈ വാഹനത്തിന്റെ യഥാർത്ഥ ഉടമയൊന്നും ആണോ എന്നുള്ളതിനെ കുറിച്ചെല്ലാം പോലീസ് അന്വേഷിച്ച് വരികയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള ദൃശ്യം ഭീതിപ്പെടുന്നതാണ്. ഈ സർക്കാർ മദ്യ ഷോപ്പിൽ സാധനങ്ങൾ അതായത് മദ്യം വാങ്ങാനായി എത്തിയവരാണ് ഇത്തരത്തിലുള്ള അക്രമത്തിലേക്ക് വഴിവെച്ച സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ പുത്തൂർ ബിവറേജ് കോർപ്പറേഷൻ പ്രവർത്തിക്കുന്നത് ഒരു പുതിയ ബിൽഡിംഗിലേക്കാണ് മാറ്റി സ്ഥാപിച്ചിരിക്കുന്നത്. അധിക നാളായിട്ടില്ല അവിടെ പ്രവർത്തനം തുടങ്ങിയിട്ട്. എന്തായാലും വാഹനങ്ങളെല്ലാം പാർക്ക് ചെയ്യാനുള്ള ചെറിയൊരു സ്ഥലം മാത്രമേ, സ്ഥലപരിമിതി ഉണ്ട് നിലവിൽ അവിടെ. പക്ഷേ ഈ ബൈക്കിൽ തട്ടി എന്നുള്ളൊരു കാരണത്താലാണ് ഇത്തരത്തിലുള്ള വലിയൊരു അക്രമത്തിലേക്ക് നയിച്ചത്. ഇത് പറഞ്ഞു തീർക്കാവുന്ന ഒരു പ്രശ്നമാണെന്നാണ് ആ സമയത്തുണ്ടായിരുന്നവർ പോലും നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഇതിൽ ഈ ബൈക്ക് തട്ടി എന്നുള്ളൊരു വലിയൊരു പ്രകോപനമായ കാര്യത്തിലാണ് ഈ വാഹനത്തിന്റെ ചില്ലടിച്ച് തകർത്തത്. ഈ ചില്ലടിച്ച് തകർത്തപ്പോഴാണ് ഈ തരത്തിലുള്ള ഒരു അക്രമത്തിലേക്ക് നയിക്കുന്നത്. ഈ ബൈക്കിൽ വന്ന ആളെ അടിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. കാറിൽ വന്ന ആളാണ് അടിക്കുന്നത്. തുടർന്ന് കാറ് മുന്നോട്ടെടുത്തുകൊണ്ട് പോവുകയും അയാൾക്ക് പരിക്കേൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ പരാതിപ്പെട്ടിട്ടില്ല. പരാതിപ്പെടുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള നടപടിയിലേക്ക് പോലീസ് നീങ്ങുമെന്നാണ്. പോലീസിന് കൃത്യമായി ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ എന്നെല്ലാം കൃത്യമായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. പരാതി ലഭിക്കുന്ന മുറയ്ക്കാവും തുടർന്നുള്ള നടപടിക്രമങ്ങളിലേക്കെല്ലാം പോലീസ് നീങ്ങുക. ടോം, എന്തുകൊണ്ടായിരിക്കാം ഇതുവരെ ഈ ആക്രമണത്തിന് ഇരയായവർ പരാതിയുമായി പോലീസിനെ സമീപിക്കാത്തത്? മറ്റെന്തെങ്കിലും ദുരൂഹത ഇതിന് പിന്നിലുണ്ടോ? ഇരുവരും തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾക്ക് പിന്നിൽ ലഹരി ഇടപാടോ മറ്റോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കങ്ങളായിരിക്കുമോ കാരണം? അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് രഹസ്യ വിഭാഗം അന്വേഷിക്കുന്നുണ്ട്. ടോം,
ഇതിന് കാര്യമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു പരാതിയുമായി ബന്ധപ്പെട്ട്, അതായത് ഈ പരിക്കേറ്റ ആൾ, മർദ്ദനത്തിന് ഇരയായ ആൾ സ്വാഭാവികമായിട്ട് പരാതിയുമായിട്ട് പോകേണ്ടതാണ്. ഇതുവരെ അങ്ങനെ ഒരു പരാതിയുമായിട്ട് ചെന്നിട്ടില്ല. ഇനിയിപ്പോൾ ഇവരെന്തെങ്കിലും സെറ്റിൽമെൻറ്റിലേക്ക് നീങ്ങിയിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല പോലീസിന്. എന്തായാലും പോലീസ് ഇപ്പോഴും നമ്മളോട് പറഞ്ഞതാണ്, അവർ ഇതുവരെയും പരാതിയുമായിട്ട് വന്നിട്ടില്ല. ഈ ദൃശ്യങ്ങൾ ഞങ്ങളുടെ കയ്യിൽ ലഭിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങൾ ഭീകരമാണ്. ഒരാളെ വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുക്കാവുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ലഭ്യമായിരിക്കുന്നത്. ടോം സൂചിപ്പിച്ചതുപോലെ എന്തെങ്കിലും ലഹരി ഇടപാടോ ഇവർക്ക് മുൻപ് എന്തെങ്കിലും കേസുമായി ബന്ധപ്പെട്ടുള്ളവരാണോ എന്നതടക്കം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു അന്വേഷണം പോലീസിന് മുന്നോട്ട് വെക്കാൻ പറ്റുകയുള്ളൂ. എന്തായാലും ഈ ദൃശ്യങ്ങൾ വളരെ ഭീകരമാണ്. ഇതിൽ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് നേരം, അതായത് നല്ല ദൈർഘ്യമുള്ള ഒരു മർദ്ദനം തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത്. ദൈർഘ്യമുള്ള ഒരു ദൃശ്യം തന്നെയാണത്. കാരണം തുടക്കത്തിൽ പിടിച്ചു തെള്ളുന്നു, അതുപോലെ തന്നെ തെറി പറയുന്നു, ചെകിട്ടത്തടിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണെങ്കിലും പിന്നീട് അങ്ങോട്ട് വലിയ രീതിയിൽ മർദ്ദിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് നമുക്കതിൽ വ്യക്തമാകുന്നത്. അതുപോലെ തന്നെ ഈ വാഹനം മുന്നോട്ടെടുക്കുമ്പോൾ വാഹനത്തിൽ തടഞ്ഞുകൊണ്ട് മർദ്ദനമേറ്റ ആൾ തന്നെയാണ് നിൽക്കുന്നതും. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഈ CCTV ദൃശ്യങ്ങളിൽ ഓഡിയോ ഇല്ല, വീഡിയോ മാത്രമേ അതിൽ റെക്കോർഡായിട്ടുള്ളൂ. അപ്പം അവിടെ നടന്നത് എന്താണെന്ന് ആ സമീപവാസികൾ, ആ സമയത്തുണ്ടായ ദൃക്സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തിയെങ്കിൽ മാത്രമേ എങ്ങനെയായിരുന്നു ആ സംഭവം നടന്നത് അടക്കം പോലീസിനൊരു കറക്റ്റായിട്ട് ആ ഒരു അന്വേഷണത്തിലേക്ക് നീങ്ങാൻ സാധിക്കുകയുള്ളൂ. ഇതിനെല്ലാം തുടക്കമെന്നോണം ലഭിക്കേണ്ടത് പരാതിയാണ്. എന്തുകൊണ്ട് ഇവർ പരാതിയുമായിട്ട് മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ നല്ല രീതിയിൽ ഒരു യുവാവിന് മർദ്ദനമേറ്റു എന്നുള്ളത് വ്യക്തമാണ്. ആ ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ്. അതുപോലെ തന്നെ ഈ ബോണറ്റിൽ വന്ന് വീടുന്നു, കാറ് മുന്നോട്ടെടുത്ത് അയാൾക്ക് ജീവൻ തന്നെ നഷ്ടപ്പെടാവുന്ന രീതിയിൽ ഉള്ള ഒരു സംഭവമായിരുന്നു അവിടെ ഉണ്ടായത്. പക്ഷേ വാഹനം വിറ്റ് നിർത്താതെ പോവുകയൊക്കെ ചെയ്തു. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രഹസ്യമായിട്ടുള്ള കൊലപ്പെടുത്തുകയായിരുന്നോ വിനീഷ് ഇയാളുടെ ലക്ഷ്യം? കാരണം ആ യുവാവിനെ ഇടിച്ചു തെറിപ്പിക്കുന്നുണ്ട്, ദേഹത്തുകൂടി വാഹനം കയറ്റാനുള്ള നീക്കം ഉണ്ടാകുന്നുണ്ട്. അതിനിടെ ആളുകൾ തന്നെ, അവിടെ സമീപത്തുണ്ടായിരുന്ന ആളുകൾ ഒരു ഇരുചക്ര വാഹനം ഈ കാറിന് മുന്നിലേക്കിട്ട് ഇയാൾ രക്ഷപ്പെടാനുള്ള നീക്കം തടയാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ? തീർച്ചയായും ശരിക്കും ഒരു ഭീകരാന്തരീക്ഷം എന്ന് തന്നെ പറയാം. ഈ ഇരു സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ തന്നെ ഒരുപാട് പേർ കണ്ടു നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവർക്ക് ഇതിനകത്ത് ഇടപെട്ട് ഇവരെയൊക്കെ മാറ്റാം, കുറച്ച് പേരൊക്കെ മാറ്റാൻ ശ്രമിക്കുന്നതായിട്ടൊക്കെ നമുക്കതിൽ കാണാം. പക്ഷേ എന്നാലും തുടക്കം ഈ ഒരു വഴക്ക് വലിയ രീതിയിൽ ആവുന്നതിന് മുന്നേ തന്നെ ഇതിനകത്ത് ഒരു രമ്യതയിലേക്ക് കാര്യങ്ങൾ നീങ്ങാമായിരുന്നു. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കാറ് പാർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു വാഹനത്തിൽ തട്ടിയെങ്കിലും വാഹന ഉടമയായിട്ട് ചില സംസാരിച്ച് അതിൻ്റെ കാര്യങ്ങളിലേക്ക് നീങ്ങാം. പക്ഷെ ഇങ്ങനെ വരാതെ പെട്ടെന്ന് ഒരു മർദ്ദനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രകോപനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് നീങ്ങുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സമൂഹത്തിലേക്ക് അത് തെറ്റായ ഒരു മെസ്സേജ് തന്നെയാണ് പോകുന്നത്. കാരണം ഇതിനെല്ലാം നിയമ നടപടിക്രമങ്ങളെല്ലാം തന്നെയുണ്ട്. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിലൂടെ എല്ലാം നമുക്കിതിൻ്റെ ഒരു പരിഹാര മാർഗങ്ങളിലേക്ക് എത്താം. ഈ കയ്യേറ്റം ഒരിക്കലും അനുവദനീയമല്ല, ആരെയും കയ്യേറ്റം ചെയ്യാൻ പാടില്ല. അപ്പം ഈ തരത്തിലേക്ക് ഈ അക്രമ സംഭവങ്ങളിലേക്ക് വഴിവെക്കുന്നതാണ് നമുക്ക് വലിയൊരു സമൂഹത്തിൻ്റെ തെറ്റായൊരു മെസ്സേജ് തന്നെ വരുന്നത് കേട്ടോ. എന്തായാലും പോലീസിന് ഈ CCTV ദൃശ്യങ്ങളിൽ ആളുകളുടെ മുഖം വ്യക്തമായതുകൊണ്ട് ആരൊക്കെയാണ് ഇതിൻ്റെ അക്രമത്തിന് പിന്നിൽ, അല്ലെങ്കിൽ എന്താണ് ഈ അക്രമം നടന്നതെന്നതടക്കം കൃത്യമായൊരു പിക്ചർ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. പരാതി ലഭിക്കുന്ന മുറയ്ക്കാവും അന്വേഷണമെന്നാണ് പുത്തൂർ പോലീസ് നമ്മളോട് പറഞ്ഞത്. എന്തായാലും ഈ ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഏതെങ്കിലും ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ളവരാണോ ഇത്തരത്തിലുള്ള ഈ അക്രമത്തിലേക്ക് നയിച്ചത്, എന്തുകൊണ്ടാണ് ഇവർ പരാതിപ്പെടാൻ മടിക്കുന്നതെന്നടക്കം വ്യക്തമാണ്. പ്രതിക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കൊല്ലം പുത്തൂരിലാണ് ബെവറേജസിന് മുന്നിൽ രണ്ട് സംഘങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായത്. അതിന് പിന്നാലെ യുവാവിനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്താനുള്ള ശ്രമമുണ്ടായി. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതിക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് റിസോർട്ടുകളും ഹോം സ്റ്റേകളും കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള ലഹരി ഇടപാടുകളാണ് നടന്നത്. പലയിടത്തും ലഹരി പാർട്ടികൾ സംഘടിപ്പിച്ചു. ഇതിന് പിന്നാലെ പോലീസ് ചില രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ റിസോർട്ടുകളും ഹോം സ്റ്റേകളും കേന്ദ്രീകരിച്ച് പരിശോധന ശക്തമാക്കിയിരുന്നു. പ്രത്യേകിച്ചും ഇതര സംസ്ഥാനക്കാർ കേരളത്തിലേക്ക് ഈ വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് ലഹരി വസ്തുക്കൾ എത്തിക്കുന്നുണ്ടെന്ന സൂചനകളുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. വയനാട് ഉൾപ്പെടെയുള്ള ജില്ലകളിലാണ് വ്യാപകമായ രീതിയിൽ ലഹരി പാർട്ടികൾ നടന്നത്, ലഹരി ഇടപാടുകൾ നടന്നത്. പോലീസ് വയനാട്ടിൽ നടത്തിയ പരിശോധനയിൽ
ലഹരി വസ്തുക്കളുമായി ഗുജറാത്ത് സ്വദേശിയെ പിടികൂടി. സൂറത്തിൽ താമസിക്കുന്ന യുവാവിനെയാണ് 34 ഗ്രാം കഞ്ചാവുമായി അറസ്റ്റ് ചെയ്തത്. ഇതര സംസ്ഥാനക്കാർ വ്യാപകമായി സംസ്ഥാനത്തേക്ക് ലഹരി എത്തിച്ചിട്ടുണ്ടെന്ന സൂചനകളുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ജയരാജ് ബത്തേരി ചേരുന്നുണ്ട്. ജയരാജ്, പല ആഘോഷങ്ങളുടെ മറവിലും ലഹരി പാർട്ടികൾ നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പുതുവത്സരാഘോഷത്തിന് ശേഷം വാലന്റൈൻസ് ഡേ പ്രമാണിച്ചാണ് ഇത്ര അധികമായി ലഹരി ഒഴുകിയത്, ലഹരി പാർട്ടികൾ നടന്നത്. വയനാട്ടിലെ റിസോർട്ടുകളുടെയും ഹോം സ്റ്റേകളുടെയും മറവിൽ ലഹരി ഇടപാടുകൾ നടന്നിരുന്നു. ഗുജറാത്ത് സ്വദേശിയെ പിടികൂടിയിട്ടുണ്ട്. ഇയാൾ കഞ്ചാവാണ് എത്തിച്ചത്. മറ്റേതെങ്കിലും ലഹരി വസ്തുക്കൾ എത്തിച്ചിരുന്നോ? എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിവരം? ടോം, വയനാട് ജില്ലയെ സംബന്ധിച്ച് നിരവധി ഹോം സ്റ്റേകളും അതുപോലെ തന്നെ റിസോർട്ടുകളും പ്രവർത്തിക്കുന്ന ഒരു ജില്ലയാണ്. ഒരു ടൂറിസ്റ്റ് കേന്ദ്രം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു ജില്ല കൂടിയാണ് വയനാട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ ന്യൂ ഇയർ അതുപോലെ തന്നെ വിശേഷ ദിവസങ്ങളിലൊക്കെ ഇത്തരത്തിൽ പല സമയങ്ങളിലും ലഹരി അതുപോലെ തന്നെ മദ്യമൊക്കെ പിടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ചെക്ക് പോസ്റ്റുകളിൽ നിന്നൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാലന്റൈൻസ് ഡേ പോലുള്ള ആഘോഷങ്ങളിൽ, അതായത് നിരവധി ആളുകൾ, വിനോദസഞ്ചാരികളടക്കം നിരവധി ആളുകൾ, വിദേശികളടക്കമുള്ള ആളുകൾ പല ഹോം സ്റ്റേകളും അതുപോലെ തന്നെ റിസോർട്ടുകളിലും ഒക്കെ താമസിക്കാറുണ്ട് സാധാരണ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു ലഹരി മാഫിയെ എല്ലാം പിടികൂടുന്നതിന് വേണ്ടി തന്നെ പോലീസ് ഈ എല്ലാ ഹോം സ്റ്റേകളിലും അതുപോലെ തന്നെ റിസോർട്ടുകളിലും ഒക്കെ വ്യാപകമായ തിരച്ചിൽ നടത്തിയത്. എന്നാൽ ഈ ന്യൂ ഇയർ പോലെ അത്ര വലിയ ഒരു രീതിയിലൊന്നും കൂടുതൽ ലഹരിയൊന്നും ഇവിടെ പിടിക്കപ്പെട്ടിട്ടില്ല. എന്തായാലും വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് റിസോർട്ടുകളിലും അതുപോലെ തന്നെ ഹോം സ്റ്റേകളിലും മറ്റും ഇതര സംസ്ഥാനക്കാർ അടക്കമുള്ളവർ മയക്കുമരുന്ന് ഉപയോഗിക്കാനുള്ള സാധ്യത മുൻനിർത്തി പോലീസ് നടത്തിയ പരിശോധനയിലാണ് വയനാട് കാട്ടിക്കുളം മാനന്തവാടി റോഡിലെ മജിസ്ട്രേറ്റ് കവലയിൽ വെച്ച് കഞ്ചാവുമായി എത്തിയ ഗുജറാത്ത് സ്വദേശിയെ പിടികൂടിയത്. സൂറത്തിൽ നിന്നുള്ള വ്യക്തിയാണ്. സൂറത്തിൽ താമസിക്കുന്ന ക്രൂണാൽ കൽബൂത്തർവാല എന്ന് പറയുന്ന 32-കാരനിൽ നിന്നാണ് ഏതാണ്ട് 34 ഗ്രാം കഞ്ചാവ് തിരുനെല്ലി SI സനലിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്. എന്തായാലും അതേ ദിവസം തന്നെ മാനന്തവാടിയിലും അതുപോലെ തന്നെ ബത്തേരിയിലും കൽപ്പറ്റയിലും എല്ലാ റിസോർട്ടുകളിലും വ്യാപകമായ തിരച്ചിൽ നടത്തിയിരുന്നു. എന്തായാലും ഈ ലഹരി, അതായത് നമുക്കറിയാം ഈ ബാംഗ്ലൂർ ഭാഗത്തു നിന്നൊക്കെ നിരവധി MDMA ഒക്കെ മുത്തങ്ങ ചെക്ക് പോസ്റ്റിലൊക്കെ പിടിക്കുന്നത് പല സമയങ്ങളിലും ഇത്തരത്തിലുള്ള വിശേഷ ദിവസങ്ങളിലും ആണ്. അതുകൊണ്ട് തന്നെയാണ് അന്ന് വ്യാപകമായ തിരച്ചിൽ നടത്തിയത്. എന്തായാലും ഈ കഴിഞ്ഞ ദിവസം നമുക്ക് ഈ സൂറത്ത് സ്വദേശിയിൽ നിന്നും ഏതാണ്ട് 34ഓളം ഗ്രാം കഞ്ചാവുമായിട്ടാണ് അദ്ദേഹത്തെ പിടികൂടിയത്. തുടർന്ന് അന്വേഷണം നടത്തിയെങ്കിലും മറ്റ് കൂടുതൽ സംഭവങ്ങളൊന്നും ഈ ദിവസങ്ങളിൽ പിടിക്കപ്പെട്ടിട്ടില്ല കേട്ടോ. യെസ്, വ്യക്തമാണ്. ജയരാജ് ബത്തേരിയാണ് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ. കാസർഗോഡ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ചിന്നു പാപ്പുവിൻ്റെയും ആൺസുഹൃത്തിൻ്റെയും മരണത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടോ എന്ന അന്വേഷണം. സന്ദേശ് ജീവനൊടുക്കിയത് മാനസിക സമ്മർദ്ദവും കുറ്റബോധവും കാരണമെന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ചിന്നുവിനെ ആസാദ് നഗറിൽ വാടക വീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെയാണ് സന്ദേശ് മന്നിപ്പാടിയിലെ വീട്ടിൽ ആത്മഹത്യ ചെയ്തത്. കാസർഗോഡ് നിന്ന് KB ബൈജു ചേരുന്നു. ബൈജു, ചിന്നു പാപ്പുവിൻ്റെ മരണത്തിന് തൊട്ടു പിന്നാലെയാണ് ആൺസുഹൃത്തിനെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. സ്വാഭാവികമായും ഈ ചിന്നുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ യുവാവിനെ, ആൺസുഹൃത്തിനെ ചോദ്യം ചെയ്തിരുന്നു. അതിൻ്റെ സമ്മർദ്ദമുണ്ടാകാം, കുറ്റബോധമുണ്ടാകാം. ആത്മഹത്യക്കുറിപ്പോ മറ്റോ അവിടെ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. എന്താണ് ആത്മഹത്യ കാരണമെന്ന സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? ടോമെ, പോലീസും അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതായത് കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു സന്ദേശ് എന്നാണ് പോലീസ് പറയുന്നത്. അത് മാത്രമല്ല, ഈ ചിന്നുപാപ്പു എന്ന് പറയുന്ന രേഷ്മ ആത്മഹത്യ ചെയ്തപ്പോൾ സന്ദേശിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോഴും വലിയ മാനസിക സംഘർഷത്തിൽ തന്നെയായിരുന്നു. അങ്ങനെയാണ് ഈ ചോദ്യം ചെയ്യലിന് ശേഷം ഇയാൾക്ക് ഈ രേഷ്മയുടെ ആത്മഹത്യയുമായി ബന്ധമില്ല എന്ന് കണ്ട് രക്ഷിതാക്കളെ വിളിച്ചാണ് പറഞ്ഞേക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഒരു പ്രേമാന്ത്യം, 2 ആത്മഹത്യ, അതോടൊപ്പം 4 വയസ്സുള്ള ഒരു കുട്ടിയെ അനാഥത്വത്തിലേക്ക് തള്ളിവിട്ടു എന്നതാണ് ഏറ്റവും വേദനാജനകം. തിങ്കളാഴ്ചയാണ്
രേഷ്മയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് സന്ദേശ് തന്റെ സ്വന്തം വീട്ടിൽ കിടപ്പുമുറിയിൽ തൂങ്ങി മരിക്കുന്ന സാഹചര്യമുണ്ടായത്. ഏതായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് സംബന്ധിച്ച് 2 ആത്മഹത്യകളിലും വിശദമായ പരിശോധന നടത്തും. പോലീസ് പ്രാഥമികമായി പറയുന്നത് കടുത്ത മാനസിക സമ്മർദ്ദം കാരണമാണ് സന്ദേശ് ആത്മഹത്യ ചെയ്തതെന്ന് തന്നെയാണ്. മറ്റ് കാര്യങ്ങളൊന്നും പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രേഷ്മയുടെ മൊബൈലും അതോടൊപ്പം സന്ദേശിന്റെ മൊബൈലും നേരത്തെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇത് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ടായിരുന്നു. ഈ പോലീസ് കൃത്യമായി രക്ഷിതാക്കളോട് പറഞ്ഞിരുന്നു. കാരണം ഈ സന്ദേശ് വലിയ കടുത്ത മാനസിക സംഘർഷത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു സംശയമുണ്ടായിരുന്നു ഇത്തരത്തിൽ ഒരു പക്ഷേ ഒരു കടുങ്കൈയിലേക്ക് സന്ദേശ് പോകുമോ എന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ഈ വിവരം രക്ഷിതാക്കളോട് പറഞ്ഞിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതാണ്. ഇയാളെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആദ്യം തുടക്കത്തിൽ ഇവർ തമ്മിൽ സൗന്ദര്യ പിണക്കുകൾ ഉണ്ടായിരുന്നു, തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അതേ തുടർന്നാണ് രേഷ്മ ആത്മഹത്യ ചെയ്തതെന്ന ഒരു തരത്തിലുള്ള സംശയം പോലീസിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സന്ദേശിനെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു. ഒടുവിൽ സന്ദേശല്ല ഈ ഒരു കാരണം, അല്ലെങ്കിൽ രേഷ്മ ആത്മഹത്യ ചെയ്യാൻ കാരണം സന്ദേശല്ല. രേഷ്മയ്ക്ക് ഇത് കൂടാതെ വലിയ മാനസിക സംഘർഷം കൂടുതൽ മറ്റ് അനുഭവം ഉണ്ടായിരുന്നു. കാരണം സ്വന്തം ഭർത്താവ് മറ്റൊരു യുവതിക്കൊപ്പം, അതും വിവാഹിതയായ ഒരു യുവതിക്കൊപ്പം ഒളിച്ചോടുന്ന സാഹചര്യം ഉണ്ടായത്. ഇതൊക്കെ രേഷ്മയെ സംബന്ധിച്ചിടത്തോളം വലിയ സംഘർഷാവസ്ഥ, മാനസിക സംഘർഷാവസ്ഥയിലാക്കി. അതെല്ലാം ആയിരിക്കാം ഈ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് പോലീസ് കാസർഗോഡ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ചിന്നു പാപ്പുവിൻ്റെയും ആൺസുഹൃത്തിൻ്റെയും മരണത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടോ എന്നാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. കാരണം ചിന്നുവിൻ്റെ മരണത്തിന് കാരണം കുടുംബ പ്രശ്നങ്ങളാണ്, ആൺസുഹൃത്തുമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അത്തരം പല രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ആൺസുഹൃത്തിൻ്റെ ആത്മഹത്യ. ബൈജു, ഈ മരണത്തിന് പിന്നാലെ, ചിന്നുവിൻ്റെ മരണത്തിന് പിന്നാലെ സന്ദേശത്തിന് നേരെ ഏതെങ്കിലും രീതിയിലുള്ള സൈബർ ആക്രമണം അതല്ലെങ്കിൽ ഭീഷണിയോ മറ്റും ഉണ്ടായിരുന്നോ? ടോമെ, സന്ദേശിനെതിരെ വ്യാപകമായ സൈബർ ആക്രമണം ഉണ്ടായിരുന്നു. രേഷ്മയുടെ ആത്മഹത്യക്ക് കാരണം സന്ദേശാണെന്ന് പറഞ്ഞ് ഫോട്ടോ വെച്ച് വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ചില ഓൺലൈനിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ പ്രചരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതും ഇയാളെ കടുത്ത മാനസിക സംഘർഷത്തിനിടയാക്കിയെന്നാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം ഇയാൾക്ക് വലിയ കുറ്റബോധം ഉണ്ടായിരുന്നു. കാരണം അവസാന ഈ ചിന്നു ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് 4 ദിവസം മുൻപൊക്കെ ഇവർ തമ്മിൽ സ്ഥിരമായി വഴക്കുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ തർക്കങ്ങളിലേക്ക് ഏർപ്പെട്ടിരുന്നു. അതെല്ലാം ഇയാളെ വലിയ കുറ്റബോധത്തിലേക്ക് നയിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. ഈ പ്രാഥമികമായി അത്തരത്തിൽ കാര്യങ്ങളാണ് ഈ ഒരു ആത്മഹത്യക്കെന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയതെങ്കിലും ഏതെങ്കിലും തരത്തിൽ മറ്റ് ഇടപെടലുണ്ടോ എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കാരണം രേഷ്മയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കൂടുതൽ പോലീസിന് വിവരങ്ങളൊന്നും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. 2 ആത്മഹത്യകളിലും തൂങ്ങി മരണം എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുള്ളത്. ഇപ്പോൾ സന്ദേശിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇന്ന് എത്തിയത്. അതിലും തൂങ്ങി മരണമാണ്. മറ്റ് അസ്വാഭാവികതയൊന്നും കണ്ടെത്തിയിട്ടില്ല. ഇന്നലെ മരിക്കുന്നതിന് ഇന്നലെ രാത്രിയൊക്കെ 12 മണിവരെ സുഹൃത്തുക്കൾ സന്ദേശിനൊപ്പം ചെലവഴിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ആ മാനസിക സംഘർഷാവസ്ഥയിൽ എന്തെങ്കിലും ഇത്തരത്തിൽ കടുങ്കൈ ചെയ്യുമെന്ന് അവർക്ക് ആ തരത്തിൽ ചിന്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കൂടെ എപ്പോഴും സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് ഈ വീട്ടിലെത്തിയ സമയത്താണ് ഫാനിൽ കെട്ടിത്തൂങ്ങി മരിക്കുന്ന സാഹചര്യമുണ്ട്. ഏതായാലും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ് ഇപ്പോൾ രേഷ്മയ്ക്ക് തൊട്ടു പിന്നാലെ സന്ദേശം ആത്മഹത്യ ചെയ്തത്. ഇതിൽ ഏറ്റവും നേരത്തെ പറഞ്ഞത് തന്നെയാണ് 4 വയസ്സുള്ള ഒരു മകൻ. ആ മകൻ ഇനി അനാഥത്വത്തിലേക്ക് പോയിരിക്കുന്നു. ആരുമില്ലാത്ത, അച്ഛനും അമ്മയുമില്ലാത്ത അവസ്ഥ. അച്ഛനാണെങ്കിൽ ഇത്തരത്തിൽ മറ്റൊരു യുവതിക്കൊപ്പം, വിവാഹിതയായ മറ്റൊരു യുവതിക്കൊപ്പം ഒളിച്ചോടുന്ന സാഹചര്യം. അമ്മയും നഷ്ടപ്പെട്ട ഒരു 4 വയസ്സുകാരൻ. അവരുടെ ബ്ലോഗുകളൊക്കെ പരിശോധിച്ചാൽ ടോമെ നമുക്ക് കാണാം. അതിൽ വലിയ സന്തോഷത്തോടെ ഈ കുട്ടിയെയും കൊണ്ട് പല സ്ഥലങ്ങളിലും രേഷ്മ സഞ്ചരിക്കുന്നൊക്കെ ബ്ലോഗുകളിൽ കാണാം. അത്രത്തോളം സ്നേഹിച്ച ഒരു മകനെയാണ് തനിച്ചാക്കി ഈ ലോകത്തു നിന്നും രേഷ്മ എന്നേക്കുമായി യാത്രയായത്. അതോടൊപ്പം താൻ പുതിയൊരു ജീവിതം തെരഞ്ഞെടുക്കാൻ സ്നേഹിച്ച അയാളും ഇപ്പോൾ ജെവിനോടൊക്കെയിരിക്കുന്നു. അത്തരത്തിൽ വലിയ ദുഃഖകരമായ ഒരു സാഹചര്യം തന്നെയാണ് ഈ ഒരു സംഭവത്തിൽ ഉണ്ടായത്. എന്തായാലും പോലീസിന്റെ വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും സങ്കടകരമായ കാഴ്ച, അച്ഛൻ മറ്റൊരു യുവതിക്കൊപ്പം പോകുന്നു. അമ്മയുടെ ആത്മഹത്യ, അവിടെ അനാഥനായത് 4 വയസ്സുള്ള കുഞ്ഞാണ്. ഇപ്പോഴും ഈ ചിന്നുവിൻ്റെയും ആൺസുഹൃത്ത് സന്ദേശിൻ്റെയും ആത്മഹത്യയിൽ പല ദുരൂഹതകളും നിലനിൽക്കുന്നുണ്ട്. മരണത്തിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് പോലീസ്. സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.